ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് പുതിയൊരു ആളെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊരു പുതിയൊരു ബിസിനസ്സിലേക്ക് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ, നിലവിലുള്ള ബിസിനസ്സിലേക്ക് പുതിയ ആളെ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ട് തരത്തിലും. ഒന്ന്, ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു ബിസിനസ്സിന്റെ വലിയ ഗ്രോത്തിന് സാധ്യതയുള്ള ബിസിനസ് ആണല്ലോ, ഈ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. ഈ ബിസിനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതിൽ എനിക്ക് വലിയ ധാരണയില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്റർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പാർട്ണർ ആവാൻ പോകുന്ന ആള് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഐസക്കുമായിട്ടുള്ള ടൈമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടൊരു ഏഴാമത്തെ എപ്പിസോഡാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ എപ്പിസോഡുകളും പുതിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആ ഒരു മേഖലയിലൊരു ഒരു കമ്പനി സെക്രട്ടറി എന്ന രൂപത്തിൽ അല്ലേ, നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടൊരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെസിഫിക്കലി ചോദിക്കേണ്ട ഐസക്ക്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ്സാണ്, മീഡിയ ബിസിനസ്സാണല്ലോ. അപ്പോൾ ഒരു പുതിയ ബിസിനസ്സിലേക്ക്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് പുതിയൊരു ആളെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊരു പുതിയൊരു ബിസിനസ്സിലേക്ക് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ, നിലവിലുള്ള ബിസിനസ്സിലേക്ക് പുതിയ ആളെ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ട് തരത്തിലും. ഒന്ന്, ഇബാദുക്കന്റെ ഭാഗത്തു നിന്ന് ഇബാദുക്കയും ശ്രദ്ധിക്കണം, കയറി വരുന്ന ആൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തണം. രണ്ട് തരത്തിൽ. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ എങ്ങനെയാ നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇബാദുക്കന്റെ ഭാഗത്തുനിന്ന് നിലവിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സാധനമാണ് പാത്ത് മീഡിയ അല്ലേ? അപ്പം ഈ ഇതിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ ബിസിനസ്സിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണമല്ലോ അയാളെ കൊണ്ടുവരാൻ. അതായത് ഇതുമായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരിക്കണം. ഒന്ന്, ഇതുമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ രണ്ടാമത്തെ, നമ്മൾ പറയും, ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ചെക്കനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതിനെ പോലെ തന്നെ പെണ്ണ് ആലോചിക്കുന്ന ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അല്ലെ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നൊക്കെ ആലോചിക്കുന്ന പോലെ തന്നെ ഈ ആളെ പറ്റിയും പഠിച്ചിരിക്കണം. കാരണം അതുപോലെ തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. വലിയ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ചിലപ്പോൾ. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് യോജിച്ച ഒരാളാണെന്നുള്ളത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ച് അത് ഉറപ്പുവരുത്തിയിട്ട് വേണം അദ്ദേഹത്തുമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്ന് ആൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നായിരിക്കണം ഐസക് പറയണത്. രണ്ടാമത്തെ കേസ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്റ്റഡി ചെയ്തിരിക്കും. തീർച്ചയായിട്ടും, ഒബ്വിയസ്ലി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള ടേംസ് എന്താണ്, നിങ്ങൾക്ക് അയാളിൽ നിന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അയാൾക്ക് നിങ്ങളിൽ നിന്നും ഇതെന്താണെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെക്കണം, ലീഗലി എഴുതി വെക്കണം. അതായത് അദ്ദേഹത്തിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ചിലപ്പോൾ പാത്ത് മീഡിയയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം മീഡിയ ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരാൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റണ്ണിങ്ങിനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് അദ്ദേഹത്തിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ തീരുമാനം എടുക്കാനുള്ള റൈറ്റും കാര്യങ്ങളും ഒക്കെ ഈ ബാധക്കൊക്കെ കിട്ടണം. അല്ലെങ്കിൽ അദ്ദേഹം മീഡിയ ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആളായിക്കോട്ടെ. അപ്പം അദ്ദേഹത്തെ പാർട്ട്ണറാക്കി എടുക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഇത് പാത്ത് മീഡിയക്ക് ഉപകരിക്കണമല്ലോ. അപ്പം ആ രീതിയിൽ അദ്ദേഹം അത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അത് എഴുതി തന്നെ റൈറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഒരു ടേംസ് ഉണ്ടാക്കുക അത്യാവശ്യം. ഇതെല്ലാം ലീഗലി ആകണോ ഐസക്? അല്ലേ, തീർച്ചയായിട്ടും ലീഗലി ആവണം. ലീഗലി ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ലീഗലി നമ്മളൊരു കോൺട്രാക്ട് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് എന്താ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് പറ്റുന്ന ഒരാളല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണ്ടേ? അതാണ് കയറുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സിറ്റ് നല്ല രീതിയിൽ. അപ്പോൾ ആ എക്സിറ്റ് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഈ രേഖയിൽ അതൊരു ഭാഗമാക്കണം. അതെന്താണ് അതുകൊണ്ട് എക്സിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ, ഒരാൾ വന്ന് കയറുമ്പം ചിലപ്പോൾ അദ്ദേഹം പൈസ കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വളരെ ചെറിയ സ്റ്റേജിലായിരിക്കും അദ്ദേഹം ഒരു ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്നത്. മനസ്സിലായി. നാളെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിന് പറ്റാത്തൊരവസ്ഥ കൊണ്ടോ ഏത് കാരണവശാലും അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന്റെ ഷെയറിനും ഒരു വാല്യൂ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അയാൾ എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് അതിന്റെ ഫ്രെയിം വർക്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഇതെല്ലാം ഇയാൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എഴുതി വെക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതി വെക്കാത്തത് പല ബിസിനസ്സുകൾക്കും വലിയ കേസുകളിലേക്കൊക്കെ പോകുന്നതിന് കാരണമാവും. ഇത് എഴുതി വെച്ചാൽ പിന്നെ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആയിരിക്കണം ഈ പറഞ്ഞ സെറ്റിൽമെന്റുകൾ നടക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നമ്മൾ രണ്ടുപേരും തമ്മിൽ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഐസക്കിന് ഓൾറെഡി മീഡിയ ആയിട്ടൊരു ബന്ധമില്ല. ഐ നോ വെൽ യു ആർ ഓൺലി ദ അനദർ പ്രൊഫഷൻ. ഐ എം എ മീഡിയ പേഴ്സൺ. വി ആർ ദ കോണ്ടന്റ് ക്രിയേറ്റർ.
സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഐസക്കിനെ പോലെ ഒരാളിൽ നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു. ഐസക്ക് ഞങ്ങളുടെ കമ്പനിയിലേക്ക് 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഐസക്കിന് ഞാൻ പറയണം, ഐസക്ക് ഞാനിതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 5% ഷെയർ നിങ്ങൾക്ക് തരാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ കമ്പനിയുടെ ഷെയറിൻ്റെ 5% വാല്യൂ ആണ് 2 കോടി രൂപ എന്ന് വിചാരിക്കാം അല്ലേ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഐസക്ക് പറയണം ഞാൻ ചിലപ്പോൾ ഒരു 10 വർഷത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയണത് കമ്പനിയുടെ വാല്യുവേഷൻ്റെ ഇത്ര ശതമാനം കൂടെ നിങ്ങൾക്ക് തരാമെന്നാണോ വെക്കേണ്ടത്? ആക്ച്വലി അങ്ങനെ ആവാം. എങ്ങനെയാണോ അത് നമുക്ക് അവിടെ കുറച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് എക്സിറ്റ് കൊടുക്കേണ്ടത്, ഇദ്ദേഹം തന്ന ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു എക്സിറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതാം തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസിൻ്റെ വളർച്ച ആ സ്റ്റേജിൽ എന്ത് വാല്യുവേഷൻ ഉണ്ടോ അതിൻ്റെ ഒരു ഷെയർ 5% എന്ത് വാല്യൂ ഉണ്ട് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് നമുക്ക് പുറത്ത് നിങ്ങൾക്ക് ഷെയർ കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ എനിക്ക് തന്നെ തരണമെന്ന് പറയാം. അത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. കുറേ ബിസിനസ്സുകളിലൊക്കെ എല്ലാന്നിലൊന്നും അല്ല, കുറേ ബിസിനസ്സുകളിലൊക്കെ നിർബന്ധമായിട്ടും പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിന് ചേരുന്ന ഒരാളാണ് വന്നു കയറുന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ലല്ലോ. എല്ലാം ലീഗലായിരിക്കും. ഒന്നും വെറുതെ വെർബലി ആവരുത്. അപ്പോൾ അതാകുമ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോവാതെ ഇരിക്കും. മനസ്സിലായി. ഇനി നോക്കുകയാണെങ്കിൽ ഇനി അതർ സൈഡ്, ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇപ്പം അതൊക്കെ നമ്മുടെ പാത്ത് മീഡിയയുടെ ഒരു ഗ്ലാമറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ വലിയ ഗ്രോത്തിന് സാധ്യതയുള്ള ബിസിനസ് ആണല്ലോ, ഈ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. ഈ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതിൽ എനിക്ക് വലിയ ധാരണയില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പാർട്ണർ ആവാൻ പോകുന്ന ആൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഡ്യൂ ഡെലിജൻസ് നടത്തണം. ഒരു ലീഗൽ ഡ്യൂ ഡെലിജൻസ്, അതായത് ആ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഒരു സ്റ്റാറ്റസ് കോ എന്താണ്, ആ ബിസിനസ്സിന് എന്താ പറയുക ലയബിലിറ്റി ഉണ്ട്, എന്തൊക്കെ അസറ്റ് ഉണ്ട്, ഇബാദൊക്കെ എന്നോടത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ, ഭാവിയിലേക്ക് എന്തെങ്കിലും ഭീഷണികളുണ്ടോ, ഇതൊക്കെ നമ്മൾ GSTയുടെ ബാധ്യതകൾ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ കമ്പനി നിയമപ്രകാരമോ അല്ലെങ്കിൽ LLP നിയമപ്രകാരമോ ലീഗൽ പ്രോബ്ലംസ് ഉണ്ടോ, അപ്പം നിയമപ്രകാരം എന്തെങ്കിലും ഫയലിങ്ങുകളോ പെനാലിറ്റികളോ ഒക്കെ കിടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി ഒരു ഡ്യൂ ഡെലിജൻസ് എടുക്കൽ നിർബന്ധമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ കണ്ണുകെട്ടി വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. എത്തി അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബിസിനസ് ചിലപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ഒരു എന്താ പറയുക ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത പോലെ പുള്ളി ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ വേറൊരു ഗുണകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂ ഡെലിജൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എന്താ കുറച്ച് നമ്മൾ വിചാരിച്ച പോലെ അല്ല പൊസിഷൻസ്, അങ്ങനെയല്ല. ഞാൻ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ബാർഗൈനിങ് പവർ ഒന്നുകൂടെ ചിലപ്പോൾ വർദ്ധിക്കും. ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ ഡ്യൂ ഡെലിജൻസ് ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ പാർട്ട്ണർ ആവാൻ താല്പര്യപ്പെടുന്ന ആളെയോ സഹായിക്കും. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ തമ്മിൽ ഒരു MOU ഉണ്ടാകുമ്പോൾ, അപ്പം നിങ്ങൾ തമ്മിൽ ഒരു ഇൻവെസ്റ്റർ വരിക, അപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഡോക്യുമെൻ്റ് ഒരു MOU ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു കണ്ടീഷനായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡീല് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് എടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും തരണമെന്നും ആ ഡ്യൂ ഡെലിജൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ട് വേണം ഈ പ്രോസസ്സിലേക്ക് തന്നെ കിടക്കാൻ, പൈസ മുടക്കുന്നതിനൊക്കെ മുമ്പ്. ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. ഇത്തരം വളരെ നമ്മുടെ ഓഡിയൻസിന് ഒരു ടേക്ക് വേണമെങ്കിൽ ആദ്യം ഇയാൾക്ക് ഇത് പറ്റിയ ബിസിനസ്സാണോ അയാൾ പഠിച്ചിരിക്കണം അല്ലേ. അതെ. രണ്ടാമത്തെ കേസ് എല്ലാം എന്ത് പറഞ്ഞാലും നിങ്ങൾ ടേംസ് ആൻഡ് എന്ത് ബിസിനസ്സാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ എഴുതി വെക്കണം. തീർച്ചയായിട്ടും അല്ലേ. അതെ. മൂന്നാമത് പറഞ്ഞ കേസ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ഡ്യൂ ഡെലിജൻസ്. അതെ. അത് ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ അറിയാൻ പറ്റും അതെ പുറത്ത് കാണുന്ന ഗ്ലാമർ ആണോ അകത്തുള്ളത് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കേസിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് ചില വീഴ്ചകളൊക്കെ പറ്റാറുണ്ട്. ഐസക്കിന് ആക്ച്വലി എന്ത് സർവീസാണ് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇപ്പോൾ പുതിയൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ 2 ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ചില സമയത്ത് ചിലപ്പോൾ എൻ്റെ ക്ലൈൻ്റ് ആയിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത്. മനസ്സിലായി. അപ്പം അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പുതിയ ആൾ വരുമ്പോൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ പുതിയ പാർട്ട്ണറെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കാം അവിടെ എൻ്റെ ഒരു മിഷൻ വരിക. ചില സമയത്ത് ഞാൻ നിൽക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ ഭാഗത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്താണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചലഞ്ചുകളുണ്ടോ ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അപ്പം എന്തെങ്കിലും ചലഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മുന്നേ അവർക്ക് ധാരണ കൊടുക്കും. ഈ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് അവർക്ക് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഐസക്ക് നിന്നതേ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മറന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ
ഒരാൾ പറയണ അയാൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഇപ്പോൾ ഒരാൾ പറയേണ്ടതിൽ ഒരു പൈസയായിട്ടൊരു 20-30 കോടിയുണ്ട്, ഭാവിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെയും ഐസക്കിന് ഗൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഈ ഒരു രൂപത്തിലേക്ക് ചെയ്യാൻ നന്നായിരിക്കും എന്നുള്ള സർവീസ് കൊടുക്കാൻ പറ്റില്ലേ അവർക്ക്? തീർച്ചയായിട്ടും. അവർക്ക് നമുക്ക് എങ്ങനെയാണ് അവർ ബിസിനസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ ബയറുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളിപ്പോൾ ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബിസിനസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളെപ്പോഴും ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വിൻ വിൻ ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു വിൻ ലൂസ് ആണെങ്കിലും ലൂസ് ആണെങ്കിലും ഒന്നും ശരിയാവില്ല. ഒരു വിൻ വിൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടുക. അല്ലെങ്കിൽ എനിക്ക് ഈ ഡീലിൽ എനിക്ക് ഇത്ര ശരിയായില്ല, അല്ലെങ്കിൽ വിചാരിച്ച അത്ര നന്നായില്ല എന്നുള്ളൊരു ഫീല് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഉണ്ടെങ്കിൽ അത് ആ ലോങ് ടേം റിലേഷൻഷിപ്പിനെ ഏത് സമയത്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു വിൻ വിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവരെ ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ മനസ്സിലായത് എല്ലാം ലീഗലി കൊണ്ടുപോവുക, ഒന്നും വെർബലി പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ബിസിനസ്സാണ് എന്ത് സംഭവിക്കാം. വെർബലി പറഞ്ഞതിന് തെളിവില്ല. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഇൻവെസ്റ്ററെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ഐസക്കിനെ കോൺടാക്ട് ചെയ്യാം. ഐസക്കിൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവർ വിളിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.